ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ടോപ്സാണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഏറ്റവും ഫസ്റ്റ് വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പാണ്. ഇതാണ് ടോപ്പ്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, ജോർജറ്റാണ്. ഇതിൻ്റെ പ്രിൻറ്റും കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. ക്രോപ്പ് ടോപ്പാട്ടോ അത്. സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ സ്ലീവിന് ലൈനിങ് വരുന്നില്ല കേട്ടോ, ഇവിടെ ലൈനിങ് ഉണ്ട്. നെക്കാണെങ്കിൽ ഇങ്ങനെ വി നെക്കാണ്. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു മോഡലാണ്. ഇനി ഇവിടെ ഭയങ്കര ഡീപ്പായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ഞാനിത് ലാർജ് ആട്ടോ പർച്ചേസ് ചെയ്തത്. എൻ്റെ നോർമൽ സൈസ് വരുന്നത് മീഡിയം ആണ്. ഞാൻ ലാർജാണ് പർച്ചേസ് ചെയ്തത്. കാരണം ഇതിനെ കണ്ടോ, ഇവിടെ സ്മോക്ക്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സൈസ് അപ്പ് മേടിച്ചു. നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ടൈറ്റായിട്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ചില ടോപ്സിനൊക്കെ ഇങ്ങനെ സ്മോക്ക്ഡ് ആയിട്ട് വരുമ്പം ടൈറ്റായിട്ട് നിൽക്കും. പക്ഷേ ഇതെനിക്ക് നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഞാൻ ഒരു സൈസ് അപ്പല്ലേ മേടിച്ചത്, ലാർജ്. നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ എനിക്ക് നല്ല ലൂസ് ഫിറ്റ് ആയിട്ടാട്ടോ വരുന്നത്. ഒരു സൈസ് അപ്പും കൂടെ അല്ലേ മേടിച്ചത്, അപ്പോൾ നല്ല ലൂസ് ഫിറ്റാണ്. പക്ഷെ അതാട്ടോ എനിക്കിഷ്ടം, നല്ല ലൂസ് ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ആൻഡ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആട്ടോ അത്. സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് 402 ആണ്. ഞാനിത് പർച്ചേസ് ചെയ്ത് 383 റുപ്പീസിനാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പാട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. പിന്നെ നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. പിന്നെ ഇത് ക്രോപ്പ് ടോപ്പ് അല്ലേ, എനിക്കാണെങ്കിൽ ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാനാട്ടോ ഇഷ്ടം. ക്രോപ്പ് ടോപ്പ് ആണെങ്കിലും ഈ ഒരു ഭാഗം വരെ ഞാൻ ബോട്ടംസ് ഇടും കേട്ടോ. സ്കേർട്ട് അല്ലെങ്കിൽ പലാസോ ഒക്കെ ഇടും. ഇത്രയും ഞാൻ കയറ്റി ഇടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ പുറത്തേക്ക് കാണത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇൻസൈഡ് ആക്കിയിട്ടാണ് ഇടാറ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാണ്. പിന്നെ ഈ ഒരു ടോപ്പാണെങ്കിൽ ഒലീവ് ബോട്ടംസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോട്ടംസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ലൈറ്റ് ബ്ലൂ ഡെനിമിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മീഷോയിൽ എപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ടോപ്പാണ്. അതിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ചുരുക്കമുള്ള ഒരു ടോപ്പാണ് ഞാൻ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്തത്. ഇങ്ങനത്തെ പല മോഡൽ ടോപ്സും അവൈലബിൾ ആട്ടോ. എൻ്റെ മുന്നത്തെ മീഷോ ഹോൾ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇത് എലാസ്റ്റിക് പോലെ കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ ഇറഗുലർ ആയിട്ടാട്ടോ. പിന്നെ റിബ്ഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ. ഞാൻ മേടിച്ച ഷെയ്ഡ് മെറൂൺ ആണ്. പിന്നെ ഇതിൻ്റെ അടിയിലും ഇങ്ങനെ ഇറഗുലർ ആയിട്ടാട്ടോ. ഞാനത് മേടിച്ച മീഡിയം സൈസ് ആട്ടോ. ഇതാണെങ്കിൽ കുറച്ചിങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കുന്നതാണ് ഭംഗി. പിന്നെ ഞാൻ മുന്നേയും മീഷോന്ന് ഈ ഒരു മോഡൽ ടോപ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം എനിക്ക് കറക്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ മീഡിയം പർച്ചേസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ. കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് റിബ്ഡ് ആയിട്ടുള്ള ടോപ്പാണ്. മെറ്റീരിയൽ വരുന്നത് ലൈക്ര ആട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 183 റുപ്പീസാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 160 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാട്ടോ. ഇങ്ങനെ ലേസ് മോഡൽ വരുന്ന ഒരു ടോപ്പാണ്. ഇതൊരു ഡാർക്ക് ബ്ലൂ കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇത് സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ ലേസ് മോഡലാട്ടോ. സ്ലീവ്ലെസ് ആണ്. ഇവിടെ ഇങ്ങനെ കോളർ വരുന്നുണ്ട്. പിന്നെ ഇത്രയും ലെങ്ത്തിൽ സിബ് ഉണ്ട്. ഇത്രയുണ്ട് ലെങ്ത്ത്. ഞാനത് പർച്ചേസ് ചെയ്ത് 286 റുപ്പീസിനാണ്. പിന്നെ ഞാൻ മേടിച്ച സൈസ് ലാർജ് ആട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ലൂസ് ഉണ്ട്, പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ലൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ പോലെ. ചെറിയ രീതിയിൽ എനിക്ക് ലൂസ് ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണിത്. പിന്നെ ഇതിൻ്റെ വേറെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് ഇതാണെങ്കിൽ ഇങ്ങനെ സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ബ്ലാക്ക് കാമിസോൾ ആട്ടോ ഉള്ളിലിടുന്നത്. പിന്നെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള കാമിസോൾ നമുക്ക് ഉള്ളിലിടാം. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷർട്ടാണ്. ഷോർട്ട് സ്ലീവ്സ് ആണ്. സ്ലീവ്സ് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള. ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരും കേട്ടോ. കണ്ടോ,
ഇവിടെ ആണെങ്കിൽ വൈറ്റ് ബട്ടൺസ്. പിന്നെ ഇത് സെൽഫ് ഡിസൈൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. മെറ്റീരിയൽ പോളിസ്റ്റർ ആണ്. ഇതിൽ സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരു മോഡലില്ലേ, ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ മെറ്റീരിയൽ അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഭയങ്കര ചുരുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്ത ലാർജാട്ടോ. എനിക്കാണെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത്ര ലൂസ് അല്ല കേട്ടോ. പിക്ചറിൽ നല്ല ലൂസ് ഫിറ്റ് ആയിട്ടാണ്. പിന്നെ പിക്ചറിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ക്രോപ്പഡ് ആയിട്ടാണ്, പക്ഷെ അത്രയ്ക്കും ഒരു ക്രോപ്പഡ് ആയിട്ടുള്ള ഷർട്ടായിട്ട് തോന്നില്ല. കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നു എക്സൽ ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് വരും. ഞാനാണെങ്കിൽ ഇത് ഇൻസൈഡ് ആക്കിയിട്ടാട്ടോ സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്തത്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 340 റുപ്പീസാണ്. ആൻഡ് ഞാനിത് പർച്ചേസ് ചെയ്ത് 390 റുപ്പീസിനാണ്, 319. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ്. ഇങ്ങനെ സ്ട്രൈപ്പഡ് ആയിട്ടുള്ള ഡിസൈനാട്ടോ. ബ്ലാക്ക് കളറിൽ വൈറ്റ് സ്ട്രൈപ്സ്. സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നെക്ക് ഇങ്ങനെ കയറിയിട്ടാട്ടോ, ഇത്ര ലെങ്ത് ഉണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാട്ടോ ഇത്. പിന്നെ ഇതാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ബ്ലെൻഡാണ്. ആൻഡ് ഇതിൻ്റെ വേറെ 2 കളേഴ്സും കൂടി അവൈലബിൾ ആട്ടോ. പിന്നെ ഇത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ആൻഡ് ഞാൻ മേടിച്ച സൈസ് ലാർജ് ആട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാവേ. ഞാൻ മുന്നേ ഇങ്ങനത്തെ ലോങ് സ്ലീവ് വരുന്ന ബോഡിക്കോൺ ടോപ്സ് മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ എനിക്ക് ലാർജ് അല്ലെങ്കിൽ എക്സൽ ആട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത്. അതാണ് ഞാൻ ഒരു സൈസ് അപ്പ് മേടിച്ചത്. എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയമാണ്, ഞാൻ ലാർജ് മേടിക്കാൻ അതാട്ടോ കാരണം. ആൻഡ് ഇതിന് ലാർജ് വരെ ഉള്ളൂ കേട്ടോ സൈസ്, സ്മോൾ, മീഡിയം, ലാർജ്. ആൻഡ് ലാർജ് എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. സോ അതിൻ്റെ റേറ്റ് വരുന്നത് 192 റുപ്പീസാണ്. ഞാൻ പർച്ചേസ് ചെയ്ത് 172 റുപ്പീസിനാണ്. സോ ഇതാണ് നമ്മുടെ മീഷോ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.